ബാംബു ഡെയിലെത്തുമ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണല്ലേ. എല്ലാവർക്കും നമസ്കാരം. മുളങ്കാടുകളുടെ പശ്ചാത്തല ഭംഗി ഏറെ മനോഹരമാണ്. ഹരിതാഭമായിട്ടുള്ള ഒരിടം. ഇവിടെ ബൈസൺ വാലിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇടം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ശ്രീ ജിജോ മാഷ്. നമസ്കാരം. നമസ്കാരം. എത്ര നാളായി ഇങ്ങനെ ഒരു ആവിഷ്കാരം, ഇങ്ങനെ ഒരു? ഇതിപ്പോൾ ഒരു 15 വർഷത്തിന് മുകളിലേക്കാണ് ഇത് നട്ടിട്ട്. ഇത് ഞാൻ വയനാട്ടിൽ പോയി ഉറവില്ലേ, ഉറവിൽ ബാബുരാജിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അത് ശരി. ഏതാണ്ടല്ല ആ മഞ്ഞമുള ഒഴിച്ച് ബാക്കിയെല്ലാം മുളയും ഉറവിൽ നിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു ഇടം ക്രമീകരിക്കാനുണ്ടായ ഒരു താല്പര്യം എന്താണ്? സ്ഥലം നമ്മുടെ കയ്യിൽ പണ്ട് തൊട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എല്ലാ വർഷവും നല്ലപോലെ വെള്ളം ഒഴുകും. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ്. മാത്രമല്ല മണ്ണ് സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനുമുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് മുളയെന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു മുളം പാലം കൂടിയുണ്ട്. ഇവിടേക്ക് സഞ്ചാരികളൊക്കെ എത്താറുണ്ടോ? ഉണ്ട്. അവർക്കിരിക്കാനുള്ള സ്ഥലമാണ്. അവർക്കിരിക്കാനായിട്ട് എന്തുകൊണ്ട്. മാത്രമല്ല ഇതിൻ്റെ ചുറ്റിലും നമ്മൾ പൂക്കളൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. ഈ മുളകളുടെ ഒരു ആയുസ് നമ്മളങ്ങനെ നോക്കിയിട്ടുണ്ടോ? എത്ര? അത് ഓരോന്നിനും ഓരോ ആയുസാണ്. അതായത് ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. ഇതിൻ്റെ പേരെന്താ ഈ മുളയുടെ? ഇത് ഹവാഹുവ, വിദേശിയാണ്. ഹവാഹുവ. അത് ആനമുള എന്ന് പറയും. ആനമുള. കാരണം ഇതിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. അത് ഭയങ്കരനാവും. അതായി ആനമുള എന്ന് പേര് വന്നേക്കുന്നത്. അത് ശരി. ഇതോ ചെറിയൊരു ടൈപ്പ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. കമ്പാരിറ്റീവ്ലി ചെറിയതാണല്ലേ. അതെ. ഇതും ആനമുളയാണോ? അതും ആനമുള തന്നെയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെറൈറ്റി ആയ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മഞ്ഞമുള. ഈ മഞ്ഞമുള എന്താ ഇതുപോലെ? മഞ്ഞമുള ഈ നാട്ടിലുള്ളതല്ലേ? ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കുറ്റികൾ ഇങ്ങനെ വന്നേക്കുന്നത് അത് വെട്ടിയതാണോ? അത് നമ്മുടെ അയലോക്കത്തെ ഒരു പുള്ളി വാഴക്കൃഷി ചെയ്തപ്പോൾ പുള്ളിക്ക് കൊടുത്തതാണ്. അത് ശരി. വാഴയ്ക്ക് വിട്ടു കൊടുക്കാനായിട്ട്. തൊട്ട അയൽവക്കമാണ്, അപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റും. അത് ശരി. ഇവിടെ ഇപ്പോൾ ഈ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉറപ്പീര്, മാമോദിസ, അങ്ങനെയുള്ള എല്ലാ കേസിനും ഇവിടെ നിന്നാണ് മുള കൊണ്ടുപോകുന്നത്. ശരി. പിന്നെ കാരോട്ടൊരു എണ്ണമുണ്ട്, അത് കറുത്ത ബാമ്പുവാണ്. അത് ബ്ലാക്ക് ജാവ എന്ന് പറയും. ഇതേ കാണുന്നതോ നമ്മളൊരു ഈറ്റയുടെ ഒക്കെ പോലെ ഉണ്ടല്ലോ. അത് മുളയത്. അത് ശരി. അതായത് ഈ ബാബുരാജിൻ്റെ വീടെന്ന് പറഞ്ഞാലേ 3 നില വീടാണ്. അപ്പോൾ അത് ഒരു പാറമടക്കകത്തായിരിക്കുന്നത്. വയനാട്ടിൽ ഉറവ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു 4 അടി വീതിയിലൊരു പാലമാണ്. അതിൽ കൂടെ വേണം പുള്ളിയുടെ വീട്ടിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഈ 3 നില വീടിനും പുള്ളി ഒരൊറ്റ കമ്പി ഉപയോഗിച്ചിട്ടില്ല, ഫുൾ ബാമ്പുവാണ്. ശരി. കമ്പിക്ക് പകരം. ശരി. ചില ആളുകളൊക്കെ വീട് വാർക്കാനും ഒക്കെ നല്ല കരുത്തുറ്റ മുളകൾ കൊണ്ട് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3 നില വീട് മൊത്തം ബാമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ പേരെന്താണ്? അറിയാൻ മേല. പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു, ഫോട്ടോ എടുത്ത് അയച്ചാൽ ഞാൻ. ഇത് ഈറ്റയല്ലേ? ഈറ്റയല്ല. അല്ല, ഇത് ബാമ്പു തന്നെയാണ്. ഇതോ പക്ഷേ ഇത് പകുതി ആനമുളയാണ്. മറ്റേത് എന്നാന്ന് അറിയത്തില്ല. അത് കണ്ടോ, അത് മുഴുവൻ മുള്ള, അതുകൊണ്ട് അത് തൊടാൻ പറ്റിയില്ല. ശരി. ഒരു വശത്ത് ആനമുള, മുള്ള് കുറവുള്ളത്. അതെ. ഇത് നിറയെ മുള്ളുള്ളത്. നല്ല മുള്ളുള്ള, അടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഇതൊക്കെ നമുക്ക് വനാതിർത്തിയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വന്യമൃഗശല്യത്തെ തടുക്കാമല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള കണ്ടു കഴിഞ്ഞാൽ ആന പിടിക്കുകയല്ല. അത് ശരി. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, ബാക്കിയൊന്നും അടുക്കുകയല്ല, പക്ഷെ ആന വരും. അത് ശരി. നിറച്ച് മുള്ളുകളുള്ള ഒരിനം. ഇതും അങ്ങനത്തെ ആണല്ലോ അല്ലേ? ഇതും അങ്ങനത്തെ. എന്ത് മനോഹരമായൊരു പശ്ചാത്തലമാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ എപ്പോഴും ഈ തണുത്തൊരു അന്തരീക്ഷമായിരിക്കും അല്ലേ? AC അതിൻ്റെ അടിയിൽ. അത് ശരി. അപ്പോൾ ഇങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദ പാർക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോൾ ഈ വർഷമാണ് തുടങ്ങിയത്. ഈ വർഷം തുടങ്ങി. കഴിഞ്ഞ വർഷം ഇങ്ങനെ സൂര്യാന്തി കാണാൻ വന്നവരെല്ലാവരും പറഞ്ഞു എന്തെങ്കിലും പിള്ളേർക്കുള്ളൊരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്ക്, അപ്പോൾ നമുക്ക് പിള്ളേർക്കൊരു നേരം പോക്കും ആവും, കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയും ചെയ്യാം. പിന്നെ ചേച്ചിമാരും പറഞ്ഞു ചേട്ടന്മാരെല്ലാം പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അവർ സിറ്റിക്ക് പോകും, ഞങ്ങളെന്നാ ചെയ്യും. ഇതുണ്ട്, ഇത് വേറൊരു മുളയായത്. ഇതും മുള തന്നെയാണ്. ഇത് മുളയാ. അതിലൊരു പ്രത്യേകത ഉണ്ടോ, വര ഉണ്ടോ? അതിന് സാധാരണ ഈറ്റയ്ക്ക് ഇങ്ങനെ വര വരികയില്ല. അത് ശരി. ഈ മഞ്ഞമുള കണ്ടോ, മഞ്ഞമുളയ്ക്കൊരു പച്ച വര കണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈറ്റയുടെ ഒരു വര ഉണ്ടോ? അത് ശരി. ഇത് വളരെ ആകർഷകമായിട്ടുള്ളൊരു ഇനമാണ്. ഇത് മറ്റേ ബ്ലാക്ക് ബാമ്പു ആണ് ഈ പഞ്ചായത്തിൽ മൊത്തം ചക്ക പറിക്കാൻ ആൾക്കാർ കൊണ്ടുപോകണം. അത് ശരി. കാര്യം ഏലത്തിനകത്ത് ചക്ക നിർത്തിയല്ലോ, ഇടിഞ്ഞൊക്കെ ആകുമ്പോഴത്തേനും പറിച്ചു കളയണം. തോട്ടി അല്ലേ? തോട്ടിക്കായി നല്ല നീളമുള്ള തോട്ടി നമുക്ക് ഇന്ന് കിട്ടും. ഇപ്പോൾ അത് രണ്ടും വേറെ വെറൈറ്റിയാണ്. അത് വെറൈറ്റിയാണ്, വേറെയാണ്. ഇതേത് ടൈപ്പാണ്? ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത് ബുദ്ധ തന്നെയാണ്. ബുദ്ധ ബാബു. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇത് രണ്ടും രണ്ടാ. ഓ ശരി. ഇത് വേറെ ടൈപ്പാണല്ലേ? അതുപോലെ ആ നിൽക്കുന്ന അതും വേറെ ടൈപ്പാണ്. ഓ ശരി. അപ്പോൾ ഏതാണ്ട് 24 വെറൈറ്റി അല്ല, അതിൽ കൂടുതലുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് പരിപാലനമൊന്നും കൊടുക്കണ്ട അല്ലേ? ആദ്യത്തെ ഒന്ന് നോക്കിയാൽ മതി. കയറി ഈ കാട്ടുപള്ള എല്ലാം കൂടെ കയറി അടഞ്ഞ് വള്ളിക്കെട്ടൊന്നും കയറാതെ ഒന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ വളർന്നോളും. ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കുളിര് നൽകി ഇങ്ങനെ നിൽക്കും. ഇത് ബൈസബാലി ടൗണിൽ നിന്ന് എന്തോരം അകലെയാണ്? 1 കിലോമീറ്റർ. ബൈസബാലി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ വരുള്ളൂ. ബാംബു ഡെയിൽ എന്നാണ് പേര് അല്ലേ? അപ്പോൾ ബാംബു ഡെയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുളിര് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്ക് ടൈം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ടൈമുമില്ല. രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്ക് പോയാൽ മതി. നമുക്ക് ഒരു നിർബന്ധം വെച്ച് പോകണം. 20 രൂപയുള്ളൂ. 20 രൂപ. അതായത് സൈക്ലിംഗ് ഉണ്ട്, പിള്ളേർക്കുള്ള വേറെ ചെറിയൊരു ബോട്ടിങ് സൗകര്യമുണ്ട്, കുളം, അതേപോലെ ഊഞ്ഞാലുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊന്നിനും പ്രത്യേകം വേറെ ഫീസൊന്നുമില്ല. ഇല്ല. അപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് ബാംബു ഡെയിലിരിക്കാൻ 20 രൂപയുള്ളൂ. ഒരു ദിവസം മുഴുവനും വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം.